അവസാനത്തെ 2 മണിക്കൂറാണ് ഇനിയുള്ള ആ സമയം എന്ന് വെച്ചാല് ഇതുവരെ മണിക്കൂറുകൾ സമയമെടുത്ത് അവർ അധ്വാനിച്ച അല്ലെങ്കിൽ അവരുടെ ആ അധ്വാനം മുഴുവൻ ഇനിയാണ് ആസ്വാദകരിലേക്ക് എത്തുന്നത്. രാവിലെ 6 മണിക്ക് നിൽക്കുന്നതാണ് പലരും. അവര് ഇനി ചുവട് വെച്ച് ഈ തൃശ്ശൂരിലെ വീതികളിൽ ആവേശം എതിറുമ്പോ നമുക്ക് ആ കാത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ നൽകുന്ന ഒരു പ്രോത്സാഹനം പറഞ്ഞ ആ ഒരു വാക്യം അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. ഇത് നാടിന്റെ ആവശ്യമാണ് ഈ പുലിക്കളി എന്നുള്ളത്. അതായത് ഇത്തവണത്തെ പുലിക്കളി അവർക്ക് അത്രയും അത്യാവശ്യമാണ്. അല്ല, പലരും കടത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് ഫുൾ പോസിറ്റീവായിട്ട് ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അല്ല, നമ്മള് എപ്പോഴും ഈ ദുരന്തങ്ങളെയൊക്കെ മറക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കൂടിച്ചേരലുകളും ഇങ്ങനെയുള്ള ഇതെല്ലാം ആവശ്യമാണ്. അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ആ ദുരന്തത്തിന്റെ വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ അവർക്ക് വേണ്ടത് അവിടെ കൊടുക്കണം, അതോടൊപ്പം ഇതും വേണം. നഷ്ടങ്ങൾ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയോടെ ഇത്തവണ പുലിക്കൂട്ടങ്ങൾ ഇറങ്ങുകയാണ്, ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇവര് 4:45 തുടങ്ങുന്ന പറഞ്ഞ് എന്താണ് ഇത്തവണ എല്ലാ തവണത്തെക്കാട്ടി താമസിച്ചാണെന്ന് പറയുന്നത് ശരിയാണ്. 4 മണിയോടെ തുടങ്ങാറുണ്ട്. 4 മണിയോടെ 3 മണിയോടെ തുടങ്ങിയിരുന്നതാണ്. അതാണ് നമ്മള് ഇവിടെ നിൽക്കുന്നവരും ആ താളത്തിനകത്ത് തുള്ളി പോകുന്നുള്ളതാണ്. നമ്മൾ തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ മേളത്തിനകത്ത് നമ്മൾ നേരത്തെ ഇതുപോലെ തുള്ളാൻ തുടങ്ങിയപ്പോ ഒരു പുലി പറയാണ് 3 മണിക്കൂർ കണ്ടിന്യൂസ് തുള്ളാൻ പറ്റുമെങ്കിൽ പോരെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കത് പറ്റാത്തതുകൊണ്ട് ഞാനൊന്നും അങ്ങോട്ട് പോയില്ല. ദൃശ്യങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. നടക്കാനുണ്ടായിരുന്ന ബുദ്ധിമുട്ട് നമുക്ക് പതുക്കെ അത് നാടിന്റെ താളം കൂടിയാണ്. ഒറ്റക്ക് പോയി കൂട്ടം തെറ്റിപ്പോയാലോ?
ഓഡിയോ റിവേഴ്സ് നടക്കും, റിവേഴ്സ്. അതാണ് സ്വരാജ് റൗണ്ടിലേക്ക് പുലികൾ എത്തുകയാണ്. ആവേശം അതിന്റെ കൊടുമുടിയിലേക്ക് എത്തുന്നു. ഓരോ നിമിഷവും ആവേശമേറുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് തരാൻ കഴിയുന്നത്. സ്വരാജ് റൗണ്ടിലെ MG റോഡിലൂടെ ഇപ്പോൾ നമ്മളെ പൂങ്കുന്നത്തു നിന്നുള്ള സീതാറാമിൽ ദേശക്കാര് ഇവിടേക്ക് ചുവട് വെച്ച് തുടങ്ങിയിരിക്കുന്നു. രാവിലെ അനുമതി പോയിരുന്നല്ലേ, ഗംഭീര ആദ്യത്തെ നമ്മളെ ലൈവ് അവിടുന്നായിരുന്നു. പുലികളാണ്. കഴിഞ്ഞ തവണ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുമാണ്. 51 പുലികളുണ്ട്, പെൺപുലികളുണ്ട്, കരിമ്പുലിയുണ്ട്. കരിമ്പുലിയുണ്ട്. ഞാൻ അവിടെ പോയ സ്റ്റെപ്പൊക്കെ ഇടാറുണ്ട്. പക്ഷെ നമ്മളവിടുന്ന് മാറി ഈസി ആയിട്ട് വരാം. അല്ല, നമ്മൾ അവിടെ നിന്ന് മാറേണ്ടത് അത് ആ പ്രൊസഷൻ അത് മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ മാറണം. അതുകൊണ്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് ദൃശ്യങ്ങൾ എത്തിക്കാൻ നമ്മൾ തൃശ്ശൂരിന്റെ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ക്യാമറകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള ദൃശ്യങ്ങളെല്ലാം കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതിനെ പിന്തുണ കൊടുക്കുക മാത്രമാണ്. കാരണം ഒരിക്കലും ഘോഷയാത്ര വരുമ്പോൾ അല്ലെങ്കിൽ പുലികൾ വരുമ്പോൾ അതിന് മുമ്പിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒരു ആഗ്രഹമില്ല. അപ്പൊ മാറി നിൽക്കുക, സേഫായ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുക, ദൃശ്യങ്ങൾ പരമാവധി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. പ്രേക്ഷകർക്ക് വേണ്ടത് ഇവിടുത്തെ പുലിക്കളിയുടെ കാഴ്ചകളും ആവേശങ്ങളുമാണ്. അതെ, തീർച്ചയായും. നമുക്ക് എത്രയും പെട്ടെന്ന് ഗണപതി കോവിലിൽ അവിടേക്ക് നീങ്ങുകയായിരിക്കും നല്ലത്. കാരണം ഇത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്നുള്ള ക്യാമറ നമുക്ക് വരുന്നുണ്ടല്ലോ അല്ലെ, നമുക്ക് ലൈവിലെടുക്കാം. അപ്പൊ നമുക്ക് ആ ഗണപതി കോവിലിൽ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ പ്രേക്ഷകരിൽ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ പുലികളിയുടെ ഒരു ആവേശം നമ്മൾ ഇനിയുള്ള 2 മണിക്കൂറോളം സമയം ഇതിന്റെ ഒരു സമയമാണ്. അപ്പോൾ ഓരോ ഭാഗത്ത് 7 ദേശക്കാരുണ്ടെങ്കിൽ 7 ഭാഗത്തായിട്ട് ഈ തൃശ്ശൂർ നഗരത്തിന് 7 ഭാഗങ്ങളായിട്ട് അവർ ഇവിടേക്ക് എത്തിക്കാണും. സ്വാഭാവികമായിട്ടും അവരുടെ അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 മണിക്കൂർ നമുക്ക് ഈ പുലികളിയുടെ ആവേശം അത് പൂർണ്ണമായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള സമയമാണ്. ഇപ്പോൾ സീതാറാമിൽ ദേശം ഇവിടെ MG റോഡിലൂടെ കോട്ടപ്പുറം പാലം പിന്നിട്ട് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അവർ അവിടെ ഗണപതി കോവിലിന് മുമ്പിലെത്തി നാളികേരം ഉടച്ച് അവിടെ ചൂട് വെച്ച് ആ പുലികളിയുടെ ആവേശം ശരിക്കും അവിടെയാണ് ഇതിന്റെ ഒരു അവരുടെ നൃത്തച്ചുവടുകളുടെ ഒരു മനോഹാരിത മുഴുവൻ അളക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമുക്ക് വടക്കേ സ്റ്റാൻഡിന്റെ ഭാഗത്ത്, അതായത് വടക്കു ഭാഗത്ത് നിന്ന് വിയ്യൂർ ദേശക്കാരും പാട്ടരായ്ക്കൽ ദേശക്കാരും ഒക്കെ അവരുടെ ആ ഘോഷയാത്ര പുലികളി തുടങ്ങുകയാണ്. അവിടെ 5 മണിയോടെ പാട്ടരായ്ക്കൽ സംഘത്തിൻ്റെതാണ് ആദ്യത്തെ ഫ്ലാഗ് ഓഫ്. അവിടെ നിന്ന് അവരും ആ തൃശ്ശൂർ റൗണ്ട് വലം വെച്ച് ഇവിടെ ഗണപതി കോവിലിന് മുൻപിലേക്ക് എത്തും. അപ്പോൾ ഇനിയുള്ള 2 മണിക്കൂറുകൾ എന്ന് വെച്ചാൽ നമുക്കത് സമയം പോകുന്നതേ അറിയില്ല. നിമിഷങ്ങൾ പോകുന്നത് അറിയാതെ നമ്മൾ പുലികളിയുടെ താളം, അതിന്റെ ആ ഘോഷം, അതിന്റെ ആഘോഷം, അതിന്റെ വർണ്ണശബളിമ, അതിലെ ആ കൂട്ടായ്മകളും ഇതെല്ലാം കണ്ട് നമ്മൾ ആസ്വദിച്ചിരിക്കാൻ പോവുകയാണ് ഇനിയുള്ള 2 മണിക്കൂർ. എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് MG റോഡിലാണ്. ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച പൂങ്കുന്നത്തു നിന്നുള്ള സീതാറാമിൽ ദേശക്കാരുടെ പുലികളി സംഘം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പുലികളുടെ ആവേശം തൃശ്ശൂർ നഗരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. തൃശ്ശൂരിൽ പുലി ഇറങ്ങി.